വർഷങ്ങൾ പലത് കഴിഞ്ഞും കിതയ്ക്കുകയാണ് ആലപ്പുഴ EMS സ്റ്റേഡിയം. കോടികൾ മുടക്കി 2010-ൽ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിൽ ഇന്നോളം ഒരു കായിക ഇനവും അരങ്ങേറിയിട്ടില്ല. ട്രാക്കും ഗാലറിയും അടക്കമുള്ള ഇരിപ്പിടങ്ങളും പൂർണ്ണമായും നശിച്ചു. കെട്ടിടവും നാശത്തിന്റെ വക്കിലാണ്. കേരളത്തിന് തന്നെ മുതൽക്കൂട്ടാകേണ്ട കായിക ലോകത്തിന് കരുത്തു പകരേണ്ട ഒരു സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കായിക ലോകം കിതയ്ക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴയിലെ EMS സ്റ്റേഡിയം. 2006-ൽ തുടങ്ങിയതാണ് EMSന്റെ പേരിലുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. 18 വർഷം കഴിഞ്ഞു. ഇതുവരെയും ഒരു കായിക ഇനം പോലും ഇവിടെ അരങ്ങേറിയിട്ടില്ല. എന്നെങ്കിലും ഒരു കായിക മേള ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ആർക്കുമൊട്ടും അറിയുകയുമില്ല. ഗാലറിയിലെ ഇരിപ്പിടങ്ങളും ടൈലുകളും പൂർണ്ണമായും തകർന്നു. മഴ പെയ്താൽ കടമുറികൾ ചോർന്നൊലിക്കും. വരുമാനത്തിൽ മാത്രം കണ്ണും നട്ട് കായിക ഇതര ആവശ്യങ്ങൾക്ക് ഗ്രൗണ്ട് വിട്ടുകൊടുത്തതോടെ നാശം തുടങ്ങിയെന്ന് വിമർശകർ പറയുന്നു. EMSന്റെ പേരിനെ പോലും അപമാനിക്കുന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്റർ സ്കൂൾ മത്സരം പോയിട്ട് ഒരു കുട്ടിയും പോലും കളി പോലും സംഘടിപ്പിക്കുവാനായിട്ട് ആ സ്റ്റേഡിയത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആലപ്പുഴ നഗരസഭയിലെ മാലിന്യങ്ങൾ മുഴുവൻ JCB ഉപയോഗിച്ച് സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് ആ സ്റ്റേഡിയത്തിന്റെ മണ്ണിന് കീഴിൽ മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. 2022 ഡിസംബറിലാണ് സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ടർഫ് അടക്കമുള്ള രണ്ടാം ഘട്ട നിർമ്മാണങ്ങൾക്ക് തുടക്കമിട്ടത്. സിന്തറ്റിക് ട്രാക്കിന്റെ പണി തുടക്കത്തിലേ നിലച്ചു. സ്റ്റേഡിയം പണിയുന്നതിന് മുൻപ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലമായിരുന്നു ഇവിടം. ഇതിനാൽ ട്രാക്ക് സ്ഥാപിക്കാനായി മണ്ണെടുത്തപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കൂമ്പാരം കണ്ടെത്തി. മാലിന്യം മുഴുവൻ മാറ്റി പുതിയ മണ്ണിട്ട് ഉറപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ ട്രാക്ക് താഴെ ഇരിക്കുമെന്ന് കരാറുകാർ അറിയിച്ചു. ഇതിനായി 1 കോടി രൂപ അധികം ചെലവഴിക്കണം. എസ്റ്റിമേറ്റ് പുതുക്കണം. നിലവിൽ എസ്റ്റിമേറ്റ് പുതുക്കുന്നതിന് സർക്കാരിന്റെ അനുമതി കാത്തിരിക്കുകയാണ് അധികൃതർ. കുറെ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രവും അത് ഇതൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. വൈകുന്നേരങ്ങളിൽ വെള്ളമടിക്കാനോ അവിടെയൊക്കെ കയറി ഇരിക്കുന്ന പരിപാടിയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഫ്രണ്ടേജ് ഒക്കെ തന്നെയാണെങ്കിലും ബ്ലോക്ക് ഇട്ട് റെഡിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് പറയുന്ന ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ടൈലൊക്കെ ഓരോരുത്തർ ഇളക്കി കൊണ്ടുപോവുകയും പിടിക്കുകയൊക്കെ ചെയ്യും. ഇനി ഇതിന്റെ ബിൽഡിങ്ങുകൾ എല്ലാം ചോർച്ചയുണ്ട്. ഭാവിയിൽ ടെർഫും സിന്തറ്റിക് ട്രാക്കും പണി പൂർത്തിയാക്കിയാലും ഇപ്പോൾ നശിച്ചുപോയ ഗാലറി പ്രവർത്തനക്ഷമമാക്കാൻ ഇനിയും വേണം കോടികൾ. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയൊരു പദ്ധതിയാണ് ഇങ്ങനെ അനാഥമായി കിടക്കുന്നത്. 2010-ൽ ആദ്യഘട്ടം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിൽ ഇനി എന്നാണ് ഒരു മത്സരം ഉണ്ടാവുക എന്നാണ് കായിക പ്രേമികൾ ചോദിക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട്. അതിലേക്ക് ഒരു മാറ്റമില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ചെയ്ത് തന്നെ ഒരു ഏറ്റവും മെയിൻ പ്രശ്നം ഇവിടുത്തെ ലേഡി സ്റ്റാഫൊക്കെ ഉണ്ട്. ഒരു മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമില്ല, ഒരു ബാത്റൂം ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കളിക്കാൻ വേറെ ഗ്രൗണ്ടൊന്നും ഇല്ല. എല്ലാവരും ഇപ്പോൾ ടെറഫിലല്ലേ പോകുന്നു. വേറെ ഗ്രൗണ്ടൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും വീടിൻ്റെ അടുത്തുള്ള പറമ്പൊക്കെ ഓരോരുത്തരുടെ ആയതുകൊണ്ട് അതൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ഇത് പെട്ടെന്ന് റെഡിയാക്കുവാണെങ്കിൽ സൗജന്യമായിട്ട് കളിക്കാൻ പറ്റുന്ന വലിയ ഉപകാരമായിരുന്നു. ഇവിടെ ട്രാക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇറങ്ങി സൗജന്യമായിട്ട് കളിക്കാം. ടെറഫിലൊക്കെ പോയി കളിക്കണം പൈസ കൊടുത്ത്. പിന്നെ തൊട്ടടുത്ത് പറമ്പൊക്കെ ഉള്ള കണക്ക് ഓരോരുത്തരുടെ സ്ഥലം വിറ്റുപോയി അതൊക്കെ ചെയ്യുന്നത്. പിന്നെ വേറെ എവിടെ പോകാൻ? EMS സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് പേര് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്കൊക്കെ ഉപകാരമുള്ള ഒരു സാധനമില്ല ഇതിനകത്ത്. നമ്മളൊക്കെ എത്ര പേരും ചോദിക്കുന്നത്, ഒരു ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ബാത്റൂം എവിടെയാണെന്ന് ചോദിക്കുന്നത്. ബാത്റൂം കാണുന്ന വെളിപ്പറമ്പെന്ന് പറയും. അത് നമ്മളെന്ത് പറയാൻ?